എഡിറ്ററെ കത്തി കാണിച്ചിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? വീട്ടിൽ പോകാൻ നിൽക്കുന്ന എഡിറ്ററുടെ കഴുത്തെ കത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ വേണ്ട ശ്വാസം വിട്ട് ശ്വാസം വിടാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. നീ ചത്താലും അതിന് മുമ്പ് ഈ വീഡിയോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവൻ നിലപാട് പിന്നെ മാറി. ചിലപ്പോൾ നാളെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഞാൻ കൊട്ടാരക്കര ചോദിച്ചു, അത് തരാന്ന് പറഞ്ഞാണ് ഇവർ എന്നെ വിളിച്ചത്. എനിക്ക് കൊട്ടാരക്കര കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് തൃപ്പൂണിത്തുറ ചോദിച്ചു, ഇതേ അത് അഞ്ജലി നായർ കുത്തിക്കൊണ്ടു. അത് മാത്രമല്ല, ദേശദ്രോഹ കുറ്റം, അതായത് BJP-ക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന ഇതില് അയാൾ തന്നെ പറയണ്ട 20 വർഷം ഞാൻ അകത്ത് കിടക്കേണ്ട കേസായിരുന്നു അത്. അതിനകത്ത് കോടതി കെട്ടിവെക്കാനുള്ള കാശ് സുരേഷ് ഏട്ടൻ തരാന്ന് പറഞ്ഞു. അല്ല, അതിലൊരു വേറെ തമാശ ഉണ്ട്. ദേശദ്രോഹ കേസിൽ ഞാൻ ഒറ്റക്കേണ്ടായുള്ളൂ. ഇവന്റെ ഒപ്പം എങ്ങനെ നിൽക്കും? സർ, അഖിൽ മാരാർ അഥവാ അഖിൽ രാജൻ, അഖിൽ കോട്ടത്തല, ഇതിലേതാന്ന് എനിക്കും അറിയില്ല കറക്റ്റായിട്ട്. ഈ 3 പേരുകളിലും അറിയപ്പെടുന്ന അഖിൽ മാരാരുടെ ഒരു താത്വിക അവലോകന സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും 2ാമത്തെ എപ്പിസോഡ് നമ്മൾ എയർ ചെയ്യല്ലേ എന്ന് സാറ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായർ നാർസിസ്റ്റ് ആയതുകൊണ്ടും ഹാഷ്മി നാർസിസ്റ്റ് ആയതുകൊണ്ടും അവരത് വീണ്ടും എയർ ചെയ്തിരിക്കുകയാണ്. ബാക്കി അല്ല, അത് ആ എപ്പിസോഡ് പോട്ടെ. കാരണം ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് പുള്ളിനെ കൊല്ലേണ്ട ആവശ്യം. സാറിന്റെ അപേക്ഷ അവർ സ്വീകരിച്ചു. അല്ല, അത് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കാറ്. പക്ഷെ അപ്പം പുള്ളി സമ്മതിക്കില്ല എന്നുള്ള നിലപാടുമായിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം വന്നിട്ട് മറ്റേ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ വെല്ലുവിളിക്കുകയാണ് ഇത്. വെല്ലുവിളി മാത്രമല്ല, തന്തയ്ക്കും വിളിച്ചു. വെല്ലുവിളിച്ചിട്ട് തന്തയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ 4 മിനിറ്റ് 44 സെക്കൻഡ് ഉള്ളപ്പോഴാണ് തന്തയ്ക്ക് വിളിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്കണ എന്തൊരു വർത്താനാണെന്ന് ഞാനുള്ളത്. ഹാഷ്മിക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്നയാൾ, ബാപ്പ എന്ന് വിളിക്കുന്നയാൾ ഉമ്മയുടെ ഭർത്താവാണെങ്കിൽ വളരെ വൃത്തികേടാണ് പറഞ്ഞത്. ശരിക്കും ഇത് പറഞ്ഞ മാരാരെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പുള്ളി മൈ മാരാർ എന്നുള്ളതാണ്. അതിൽ മൈ കഴിഞ്ഞിട്ട് കോമയും പിന്നെ ഒരു മായവും ഉണ്ട്. അത് രണ്ടും ഒഴിവാക്കിയാൽ ഏതാണ്ട് കമൻ്റ് ഇട്ടേക്കണ ആൾ പറഞ്ഞാൽ എന്താണെന്ന് പിടിയിട്ട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വ്യക്തിപരമായി പോലും അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. ഇങ്ങനെയാണ് മാരാര് എന്ത് ചെയ്തേക്കുന്നത്. ഇനി മാരാര് പറഞ്ഞേക്കണ കാര്യമെന്ന് വെച്ചാൽ, ജനകീയ കോടതിയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വന്നത് വെറും വിഡ്ഢിയായതുകൊണ്ടല്ലോ. അത് കറക്റ്റാണ്. വെറും വിഡ്ഢിയായതുകൊണ്ടല്ല, പമ്പര വിഡ്ഢിയായതുകൊണ്ടാണ് വന്ന് കയറിക്കൊണ്ടത്. എനിക്ക് തോന്നുന്നത് കാശ് കിട്ടും. അങ്ങനത്തെ അത്യാവശ്യം കാശ് വേണ്ടെന്ന് അങ്ങനെ എപ്പോഴും പറയുന്നുണ്ട്. കാശ് ഒരു തവണ കിട്ടിയാൽ പോരല്ലോ, അതാണ് ബുദ്ധിയില്ലെന്ന് പറയുന്നത്. കാശിപ്പോൾ താങ്കൾ തന്നെ നാളെ ഇവിടെ ഇരുന്ന് ഒരു 1 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോക്ക് താങ്കൾ പൊളിയുന്നൊരു വീഡിയോ എടുക്കരുത്. കാരണം പിന്നെ വേറെ എവിടെയെങ്കിലും ജോലി എടുത്ത് ജീവിക്കണ്ടേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടോട് ഇവൻ്റെ എല്ലാ മാർക്കറ്റ് ഇടിച്ചു, ഇവൻ്റെ ഫോളോവേഴ്സ് ഇടിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കാശ് ഉണ്ടാക്കരുത്. അത് പണ്ടത്തരോട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവൻ വെറും പമ്പര വിഡ്ഢിയാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ പറയണത് എൻ്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉള്ളത് കൊണ്ടാണ് ഇവൻ ഇതിന് പോയത്. അതുകൊണ്ടല്ല, അത് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. കുറച്ച് ആക്രാന്തം ഉള്ളതുകൊണ്ട് പോയത്. ഈ കാശ് കിട്ടും എന്ന് മനസ്സിലായപ്പോഴത്തേക്കും എന്ത് ചെയ്തു? എന്നിട്ട് ഈ പുള്ളിനോട് വിളിച്ച് പലരും പറഞ്ഞു ഹാഷ്മി പഴയ സംവാദത്തിൽ ദേഷ്യം തീർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, ഹാഷ്മി ആളൊരു മാന്യനായ മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞു ആളുകളോടൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ഹാഷ്മി അവിടെ പറഞ്ഞ ആളുകളോട് മറ്റേ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാനും പഴയ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനുള്ളതൊക്കെ അത് കേട്ടു എന്ന് പുള്ളി, അതായത് ഹാഷ്മി വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു. ആ കേട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അത് പുറത്തു വിടാൻ പാടില്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ഭൂലോക വൃത്തിയിട്ടവനാണെന്ന്. ജിൻഡോ ജോണിനെ പോലുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ജിൻഡോ ജോണിനെ എന്ത് അങ്ങനെ സത്യം പറഞ്ഞാൽ ജിൻഡോ ജോൺ ഉണ്ടല്ല, എനിക്ക് തോന്നണത് കാശ്മീർ നേരെ തിരിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അങ്ങനെ പറയല്ല. എന്താ അറിയാം, ജിൻഡോ ജോൺ സാധാരണ ജിൻഡോ കുറച്ചുകൂടി അഗ്രസീവായിട്ടൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ജിൻഡോ അത്ര ഒന്നും എന്ത് ചെയ്തില്ല. പിന്നെ ജിൻഡോന്റെ അടുത്ത് പുള്ളി ഇപ്പം പറയണ മണ്ടത്തരങ്ങളിലെ ലിസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം പറയണേ മറ്റേ വല്ല ആവശ്യമുള്ള കാര്യമാണ് അതൊക്കെ പറയേണ്ട. ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന് കൊടുത്ത ഫിറോസ് ഗാന്ധിയുടെ ചേർത്ത സ്വന്തം ഭർത്താവിന്റെ പേര് ചേർത്ത എന്തിനാണ്? ഇന്ദിരാ നെഹ്റു എന്നുള്ള അച്ഛന്റെ പേര് ചേർത്താൽ പോരാണ്. ഏത് 3 തവണ എന്ത് ചെയ്ത് സ്വന്തം പേരിൽ തന്നെ മാറ്റാം. അഖിൽ രാജൻ ഏത് അഖിൽ രാജൻ എന്ന് പറഞ്ഞ ഫാദറിന്റെ പേരാണ്, അതങ്ങ് എടുത്ത് കളഞ്ഞി. അതിന് പിന്നെ കോട്ടാത്തലേ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മത്തങ്ങത്തലേ. ഇനി അഖിൽ മത്തങ്ങത്തല ശരിക്കും പറഞ്ഞാൽ മത്തങ്ങത്തല എന്ന് അഖിൽ കോമക്കുറുപ്പ് എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് എന്ത് ചെയ്തെത്തി ഒന്ന് ആലോചിക്കുക. കോമക്കുറുപ്പിന്റെ സിനിമ ഉണ്ടോ നിങ്ങൾ? മറ്റേ ജഗതിയും അതുപോലെ തന്നെ മറ്റേ പപ്പും കൂടിയുള്ള സിനിമയുണ്ട്. മറ്റേ ജഗതിയും മറ്റേ പുള്ളിയും കൂടിയുള്ള സിനിമയുണ്ട്. മറ്റേ അംഗം വെട്ടുന്നതൊക്കെ ആയിട്ട് കോമക്കുറുപ്പ് എന്നൊക്കെ പറഞ്ഞ കഥാപാത്രമുണ്ട്. ആ ലെവലിലേക്കാണ് ഇവൻ എന്ത് എത്തിയേക്കണം. ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? പറയുന്ന ഒരു വാചകം കൊണ്ടിട്ടാ, അത് കേട്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. മാറ്റിപ്പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്.
അപ്പൊ 5 മതിയാ. ഒരെണ്ണം തന്നെ പറഞ്ഞ് ബിഗ് ബോസിൽ പോകുന്നില്ല എന്നിട്ട് പോവുക. അപ്പൊ ഇവന്റെ വാചകം ഉണ്ടാ, ബിഗ് ബോസിൽ പോകുന്നില്ലെന്നും ഞാൻ പോകുമെന്നും രണ്ടും ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാറ്റി അപ്പൊ പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാറ്റി പറഞ്ഞ 5 അഭിപ്രായം പറയുന്ന പറയുമ്പോൾ ഒരഭിപ്രായം പറഞ്ഞ് നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിൽ പോയി തുണി പൊക്കി കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പുള്ളി പറയണേ, അല്ല നിങ്ങളത് തെറ്റാണ് പറഞ്ഞാൽ ഞാൻ പോകുമെന്നും പോകൂല്ലെന്നും രണ്ടും ഞാൻ ബിഗ് ബോസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിലവരുടെ ഒരു തട്ടിപ്പുണ്ട്. എന്താണെന്നറിയാമോ, സെലക്ഷൻ കിട്ടി പോകാൻ നേരത്താണ് അവൻ പോകുമെന്നുള്ള അഭിപ്രായം പറഞ്ഞത്. മനസ്സിലായി? അതിനു മുമ്പാണ് അവൻ എന്ത് ചെയ്ത് പോകൂലെന്ന് പറഞ്ഞു. പട്ടിക്ക് പോലും പത്മഭൂഷൺ വേണ്ടാന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പത്മഭൂഷൺ വാങ്ങിയ പോലെ. അതെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, വെള്ളാപ്പള്ളിനെ പോലും നമുക്ക് വിടാം. എന്താ കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരു കാര്യത്തിലാണല്ലോ, അല്ലെങ്കിൽ പത്മഭൂഷൺ എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു കാര്യത്തിലാണ് പറഞ്ഞത്. ഇതങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. എന്ത് ഇത് 150 കാര്യം. ഇനി ഇവന്റെ വേറെ തമാശയും പറയാം. ഇവൻ പറയുന്നത് അഭിപ്രായങ്ങൾ മാറിയത്, അത് ശ്രദ്ധിച്ചേക്കണേ, അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറിയതുകൊണ്ടാണ്. അപ്പൊ അഭിപ്രായം മാറിയെന്ന് സമ്മതിച്ചു. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായം പറയാൻ പറഞ്ഞ ആള്. അഭിപ്രായങ്ങൾ മാറിയത് ശരികൾ മാറിയത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അഭിപ്രായം മാറിയല്ലോ. അടുത്തത് ചോദിച്ചു, നിങ്ങൾ ഈ നിലപാടുകൾ അഭിപ്രായങ്ങളൊക്കെ മാറ്റണമെന്ന് വെച്ചപ്പോൾ ഇവന്റെ അടുത്ത വാചകമാണ്, അഭിപ്രായങ്ങൾ ഞാൻ ഇതേവരെ മാറ്റിയിട്ടില്ല. സത്യത്തിൽ എവിടെയോ എന്തോ ഒരു തകരാറ് പോലും ഒന്നുമില്ല. അത് തന്നെ എല്ലാവർക്കും തോന്നും. എന്ത് പിന്നെ അടുത്തത്, BJP-യിൽ ഞാൻ പോയില്ല, പോയിട്ടില്ല, പോകുകയില്ല. 2020 പോയത് BJP-യിലല്ലോ 2020-യിൽ. സഖ്യകക്ഷി. അതും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് പോകെ ഇവൻ ഈ ഇന്റർവ്യൂവിലിരുന്ന് പറയുന്നേ, 1.5 കൊല്ലം മുമ്പ് ഞാൻ RSSകാരെ കണ്ടു, BJP-ക്കാരെ കണ്ടു. ഞാൻ സ്വതന്ത്രനായിട്ട് നിന്നാൽ നിങ്ങൾ എന്നെ പിന്തുണക്കുമോ എന്ന് ചോദിച്ചു BJP-യോട്. BJP BJP-യിലേക്ക് ഞാൻ വരൂല്ലടാ, പക്ഷെ നിങ്ങൾ എന്നെ പിന്തുണച്ചോണം. എന്നിട്ട് അടുത്ത ഡയലോഗ്, അല്ല ഇതും കഴിഞ്ഞ് നിർത്തല്ല. അതായത് ഒന്ന് BJP പോകൂല, ഞാൻ പോയിട്ടില്ല, പോവുകയില്ലെന്ന് പറഞ്ഞ് ഇവൻ തന്നെ ആ ചാനൽ ചർച്ചയിൽ നിന്ന് പറഞ്ഞ കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പറയണത് 1.5 കൊല്ലം മുമ്പ് ഞാൻ RSSനെയും BJP-നെയും ചെന്നിട്ട് കൊട്ടാരക്കരയിൽ സ്വതന്ത്രരായിട്ട് എന്നാൽ എന്നെ പിന്തുണക്കുമോ സാറേ, എന്നെ പിന്തുണക്കൂ എന്ന് പറഞ്ഞ് കാല് തക്കി. എന്നിട്ട് ഇവൻ പറയണേ എന്നത്, അവര് പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു സ്കീം ഇല്ലെന്ന് പറഞ്ഞു. അവർക്കപ്പം തന്നെ മനസ്സിലായി, അവർക്കറിയാലോ ഒന്നാമത്തെ റോബിന്റെ ആധാരം ബാക്കിയുള്ള ആളുകളെ കൊണ്ടൊക്കെ തന്നെ ഇവിടെ നിൽക്കക്കള്ളിയില്ല. അതിനിടെ കൂടി ഇവൻ എന്ത് ചെയ്ത് കൂടി സീറ്റ് കൊടുത്താൽ തകർന്ന് തരിപ്പടം BJP. അതുകൊണ്ട് അവർ ഒഴിവാക്കി വിട്ട്, നൈസായിട്ട് ഒഴിവാക്കി. എന്നിട്ട് അവൻ അടുത്ത 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും പറയണേ, ദേശീയതയും വിഭാഗീയതയുമാണ് BJP-യുടെ ആയുധം. മതപരമായി ജനങ്ങളിൽ വിഭാഗീയത വളർത്തുന്നവരാണ്, വർഗീയത വളർത്തുന്നത്. അപ്പൊ കാശ്മീർ ചോദിച്ചെങ്കിൽ പിന്നെ അവരുടെ പിന്തുണ നേടാൻ പോയി. കാശ്മീരുടെ പല ചോദ്യങ്ങളും കൃത്യമായിട്ട് അവരുടെ പിന്തുണ നേടാൻ പോയി. എന്നിട്ട് ഇവർ ഇപ്പോഴും പറഞ്ഞു ഞാൻ BJP ചേർന്നിട്ടില്ല, ഞാൻ BJP ചേരൂല്ല, ഒരിക്കലും ഞാൻ BJP-യിൽ എന്ത് ചെയ്യില്ല. BJP-നെ വിശ്വസിക്കില്ല. എന്ത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവനെന്തോ കംപ്ലൈന്റ് ആണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. പാവം ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഈ ചർച്ചയിലിരുന്ന് പറഞ്ഞു ഞാൻ മാറി ഒരു നിലപാട് പറയാൻ, എന്നിട്ട് ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ഞാൻ മാറി 5 നിലപാടുമായിട്ട് വന്ന് എന്നെ പൊളിച്ചു കാണിക്കും, ഞാൻ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തരും. അല്ല, അതിപ്പോ തന്നെ കൊടുത്തിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാന്യമായ ഭാഷയിൽ എന്ത് ചെയ്യേണ്ടത്. അല്ല, BJP-യുടെ ഇതൊന്നും വേണ്ട. പക്ഷെ ഞാൻ 2020-ലേക്ക് പോകാൻ വന്നപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി വന്ന് ചോദിച്ചു, വൈരോണ്ട് കം ലോട്ടസിലേക്ക് എന്താ വരാത്തത്, എന്തിനാടാ മോനെ 2020 പോണേ, ഇങ്ങോട്ട് വാടാന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, 2020 മോശമാണെന്ന്, അതായത് സഖ്യകക്ഷിയായിട്ട് സാബു ജേക്കബ് ചെറ്റയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന പോലെയാണ്. എന്തിനാടാ 2020 പോണം, നീ BJP-യിലേക്ക് വാ, ഞങ്ങൾ നീയും കൂടി ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് തകർക്കാം. അത് മാത്രമല്ല, ദേശദ്രോഹ കുറ്റം, അതായത് BJP-യുടെ എതിരായിട്ട് എടുത്തിരിക്കുന്ന ഇതില് അയാൾ തന്നെ പറയണ്ട, 20 വർഷം ഞാൻ അകത്ത് കിടക്കേണ്ട കേസായിരുന്നു അത്. അതിനകത്ത് കോടതി കെട്ടിവെക്കാനുള്ള കാശ് സുരേഷ് ഏട്ടൻ തരാന്ന് പറഞ്ഞു. അല്ല, അതിലൊരു വേറെ തമാശ ഉണ്ട്. ദേശദ്രോഹ കേസിൽ ഞാൻ ഒറ്റക്കേണ്ടായുള്ളത്, ഇവന്റെ ഒപ്പം എങ്ങനെ നിൽക്കും? കാരണം സുരേഷ് ഗോപിക്ക് നിൽക്കുക കുഴപ്പമില്ല, കാരണം വേറെ പല തരത്തിലും കാശ് കിട്ടുന്നതുകൊണ്ട് പുള്ളിക്ക് കാശ് കൂടുതലുള്ളതുകൊണ്ട് പുള്ളിക്ക് നിൽക്കുക. ഞാൻ ചോദിക്കണത് സുരേഷ് ഗോപിന് വിട്, പുള്ളിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇവന്റെ ഒപ്പം എങ്ങനെ നമ്മളിൽ നിൽക്കും? കാരണം ഇവൻ തന്നെ പറയണത് എന്താണെന്നറിയാമോ, അല്ല ഒന്ന് മാറ്റി പറയും, മനസ്സിലായോ? രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇവൻ മറ്റേ സവർക്കറെ പോലെ മറ്റേ 500 തവണ മാപ്പെഴുതി കൊടുക്കുമെന്നാണ് ഇവൻ പറഞ്ഞത്. പുള്ളി 9 തവണ, ഞാൻ 500 തവണ. പിന്നെ ഇവന്റെ ഒപ്പം എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. നിങ്ങളവിടെ എന്നെ ശരി മാറി, ഞാൻ ഇപ്പുറത്തേക്കായി. പിന്നെ എന്റെ ഏറ്റവും വലിയ സംശയം മാറി. പിന്നെ ഐശ്വര്യ കഴിഞ്ഞ തവണ ഞാൻ പറയാതിരുന്നൊരു കാര്യമുണ്ട്. എന്റെ ഏറ്റവും ബലമായ സംശയം, ഇവനെ വല്ല കുനിച്ചിർത്തി കൂമ്പിലിടിച്ചിട്ടുണ്ട് സാബു ജേക്കബ്.
അതെന്തു പറ്റി? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞോണ്ട് സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം ഞാൻ എഴുതി വെച്ചിട്ട് പറയായിരുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു ഉദാഹരണം പറയണേട്ട്. ഹാഷ്മി താജ് ഇബ്രാഹിമിനെ മാതൃഭൂമിയിൽ നിൽക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ ഒന്ന് വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്ന് ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നിനക്ക് ജോലിയില്ല, ഒരു കോപ്പുമില്ല എന്ന് പറയുകയും നിങ്ങളെ കുനിച്ചിരുത്തി കൂമ്പിനിടിക്കുകയും ചെയ്ത് എന്ത് ചെയ്യും? അപ്പൊ അതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. മറ്റത് രണ്ടും ഓക്കെ. ഏത് ഓക്കെ, 5 ലക്ഷം രൂപ അത് ഒരാൾ വരുമ്പോഴത്തേക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്നത്. ഇത് അതിനുശേഷം കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കും അവിടെ ചേർക്കേണ്ട ഒരു ആവശ്യം. അനുഭവത്തിൽ ഞാൻ പറയണത് സംസാരെ വളരെ മോശം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ല, കൂമ്പിനൊന്നും ഇടിക്കരുത്, നമ്മൾ സൈഡിട്ടൊക്കെ തട്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കി. മറ്റത് രണ്ടും ഓക്കെ. ജോലി തരാന്ന് പറഞ്ഞ് വിളിച്ചതും 5 ലക്ഷത്തിന് പറഞ്ഞിട്ട് ജോലി തരില്ലെന്ന് പറയാം. പിന്നെ ശ്രീകണ്ഠൻ നായരത്തിനോട് ഹാഷ്മിനെ കുനിച്ചിർത്തി കൂമ്പിനിടിക്കും. അല്ല, അങ്ങനെ ഒരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ശ്രീകണ്ഠൻ നായർ സാർ ഒരിക്കലും ചെയ്യില്ല. പകുതി ഹാഷ്മിയെ പമ്പരത്ത് ഇങ്ങനെ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇത് എന്താ ഈ പറയണെന്നുള്ള. ഓക്കെ, 5 ലക്ഷം രൂപയ്ക്ക് ജോലി വരാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ച് ജോലി ഇല്ലെന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ തീർക്കാം, മറ്റേ ഇവിടെ കൊടുക്കാം, മണ്ഡലം കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞതിന് തുല്യമായിട്ട് നമുക്ക് വിചാരിക്കാം. പക്ഷെ അതിനിപ്പോ കുനിച്ചിർത്തി കൂമ്പിനിടിയത് കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉത്ഭവിച്ച. എനിക്ക് തോന്നണത് ഈ വീഡിയോ തന്നെ ചെയ്തേക്കണ കരഞ്ഞു മെഴുകി എഴുന്നേറ്റ് വന്നിട്ടാണ് ചെയ്തേക്കണത്. എനിക്ക് ഇത് ആലോചിക്കുക. അല്ലെ, താങ്കൾ ശ്രദ്ധിച്ചത് മുടിയൊക്കെ ആകെ ഇതായിട്ട് എന്ത് ചെയ്യും, ആകെ അവൻ ഡള്ളായിട്ടാണ് പാവം ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2ാമത്തെ എപ്പിസോഡ് വിടല്ലേ എന്ന് ഞാൻ എന്ത് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പുള്ളിനെ ഞാൻ വിളിച്ചു കൂടി പറയണമെന്ന് വെച്ചാൽ, ശ്രീകണ്ഠൻ സാറേ, നമ്മളൊരു നമ്മളൊരു ജീവനാണ് വലുത്, അല്ലാതെ ഇതൊക്കെ എന്ത് ചെയ്യരുത്. 2ാമത്തെ എപ്പിസോഡ് കൂടി വിട്ടപ്പോ ഇവൻ തകർന്നടിഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഫെയിമിൽ നിൽക്കുക എന്നുള്ളത് ഇനി സന്തോഷ് പണ്ഡിറ്റ് എന്ത് തന്ത്രമാണോ ആ സമയത്ത് പ്രയോഗിച്ചത് അതുപോലെ. സന്തോഷ് പണ്ഡിറ്റ് അല്ലേ എനിക്ക് തോന്നുന്ന ഒരു 6-8 ഒക്കെ തന്ത്രം. ഇല്ല, സന്തോഷ് പണ്ഡിറ്റ് അതിൽ വിൻ ചെയ്ത ഒരാളാണ്. സന്തോഷ് പണ്ഡിറ്റ് പിന്നെ ഒരു ലെവൽ ഉണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലായി അയാൾ ബുദ്ധിയുള്ള ആളായിരുന്നു. കാശിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ അദ്ദേഹം ചെയ്തത് കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ പറയുന്ന പോലെ പീപ്പിൾ ക്രിട്ടിസൈസ് മീ ഓൾ അലോങ് ആൻഡ് ഇൻ ദിസ് പ്രോസസ് ദേ മെയ്ഡ് മീ ഫേമസ്. ആ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നവര്. അല്ല, അങ്ങനെ ഒരു നെഗറ്റീവ്. പക്ഷെ ഇത് അതുപോലെ ഇത് പിന്നെ അല്ലാതെ ഒരു പബ്ലിസിറ്റി ഉണ്ടായല്ലോ. താങ്കൾ പറയുന്ന ചുമ്മാ ഇരുന്ന് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇവനൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഇപ്പൊ ഇവൻ എന്ത് ചെയ്തേക്കണം, ആ പബ്ലിസിറ്റി നശിപ്പിക്കുകയാണ് ചെയ്തേക്കണം. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആളാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അല്ല, ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാൻ പറയണത് ആളെ കുറിച്ച് ഇപ്പൊ കുറച്ച് ഉദ്ഘാടനം പരിപാടികൾ ബാക്കിയുള്ളവരൊക്കെ വിളിക്കണ്ടേ. ഇപ്പൊ ഈ നമ്മളെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ഇവനെ വിളിച്ചിട്ട് എന്തോ 3 ലക്ഷം രൂപ 350 ചാക്ക് റേഷനരി മറിച്ച് വിറ്റ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, അതിലേക്ക് ഞാൻ പറയാം. ഇത് 3 ലക്ഷം രൂപയുടെ പരിപാടി എന്ന് 50,000 രൂപ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവര് പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പാണ് ഇവൻ എന്ത് ചെയ്ത് റേഷനറി മരിച്ചു. ഇവനല്ല, വേറെ ആരോ റേഷനറി മരിച്ചു എന്നൊക്കെ പറയണം. ഇനി അത് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് വിളിച്ചിട്ട് പറഞ്ഞു, നേടാ നമുക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്, എന്ത് 350 ചാക്ക് റേഷനരി മരച്ച് വിറ്റ് കാശുണ്ടാക്കേണ്ടി വരുന്നവൻ നമുക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്, വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞു. ഇനി അത് ആ കോൺഗ്രസിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. 350 ഈ റേഷനരി വിറ്റ് വാങ്ങേണ്ട കാശ് കൊണ്ട് കഞ്ഞി കുടിക്കേണ്ടവന്മാര് ഫണ്ട് ചെയ്യുന്നു പറയുമ്പോൾ കോൺഗ്രസിന് കാശ്. ഇവനല്ലേ പറഞ്ഞത്, താങ്കൾ ഇങ്ങനെ വിശ്വസിക്കല്ലേ. നാളെ കൊടിക്കുന്നിൽ സുരേഷ് വന്ന് പറയുമ്പോൾ അറിയാം എന്താ ഭാഗത്തു. അതും പറഞ്ഞ് നമ്മൾ കോൺഗ്രസിന്റെ മുഖത്തേക്കൊന്നും കയറണ്ട. കൊടിക്കുന്നിൽ സുരേഷ് വിളിച്ചിട്ട് 350 ചാക്ക് റേഷനരി മറിച്ചു കൊടുത്തവനാ ഇവൻ പിടിച്ചു. അപ്പൊ ഇവനോട് പറഞ്ഞു അത് വിട്ടേക്ക്, നമുക്ക് ഫണ്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നില്ല. അല്ല, ഇവൻ പറയണത് ഇവനെ കളയാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവൻ അവിടെ നിന്ന് സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് മറ്റേ പുള്ളിക്കാരിനെ കൊണ്ടുവന്നത്, ആയിഷ പോറ്റിനെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവൻ എവിടെ കിടക്കണം, ആയിഷ പോറ്റി ഇവിടെ. അവരവിടെ നിന്ന് പലതവണ MLA ജയിച്ച ഒരാൾ, ബാലകൃഷ്ണ പിള്ളയെ തോപ്പിച്ച ഒരാൾ. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ എന്താ ഇവനെ കുറിച്ച് തന്നെ വിചാരിക്കണം. അല്ല, ആളോട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉത്തരം ഉണ്ടാവില്ല, കമ്പാരിസൺ ഉണ്ടാവും. അല്ല, കമ്പാരിസൺ അല്ല, ഇവൻ അതിൻ്റെ കൂടി ഇവൻ രക്ഷപ്പെടാൻ കണഞ്ഞ് പരിശ്രമിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇവൻ മറ്റേ നമ്മുടെ ജിൻഡോനോട് പറഞ്ഞ് ജിൻഡോക്കൊക്കെ ഒരു സീറ്റ് കിട്ടണമെന്ന് ഞാൻ ഇവിടെ ആഗ്രഹിച്ചാണെന്നോ. അപ്പൊ ജിൻഡോ പറഞ്ഞു, എന്നെ പുകഴ്ത്തി നിങ്ങൾ ഇത് ചെയ്യണ്ട, എനിക്ക് കുഴപ്പമില്ല. അല്ല, ജിൻഡോ പറഞ്ഞ കറക്റ്റ് വേണം, ആമാശയ രാഷ്ട്രീയം. ഇപ്പൊ വേറെ കാര്യം പറയട്ടത്, ശരിക്കും പറഞ്ഞോ ചിരിച്ച് അത്തുപോയ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പക്ഷെ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തില്ല. മറ്റേ എനിക്ക് ചിരി വന്നൊരു കേസ് എന്താ വെച്ചാൽ, ഇവൻ പറയുന്നതാണ്, ഇവൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താണെന്നറിയാമോ? സാബു M ജേക്കബ് എന്നോട് പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ പിൻബലമുള്ള മണ്ഡലം എന്ന് പറയുന്നത് കുന്നത്തേടാണ്, പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പെരുമ്പാവൂരാണ്. പക്ഷെ പെരുമ്പാവൂർ വേണ്ട, അല്ലല്ല അങ്ങനെ തൃപ്പൂണിത്തരം ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ബലമുള്ള അതൊന്നും വേണ്ട. ബലമില്ലാത്തൊരു സാധനം എനിക്ക് മതി.
ഏത് തൃക്കാക്കര. എന്റെ ശക്തി തെളിയിക്കും. കാരണം ഞാൻ അങ്ങോട്ട് ചോദിച്ച്, എന്നിട്ട് ഇവൻ പറയണ വാചകമാണ്, ഞാൻ അങ്ങോട്ട് ചോദിച്ച് ആഗ്രഹിച്ചൊരു മണ്ഡലത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഇവന്റെ അഭീഷ്ടം സാധിച്ചു കൊടുത്തതിന്. അവൻ 1.5 ആഴ്ചകൾക്ക് ശേഷം പറയണേണ്, ഞാൻ കൊട്ടാരക്കര ചോദിച്ചു അത് തരാന്ന് പറഞ്ഞാണ് ഇവർ എന്നെ വിളിച്ചത്. എനിക്ക് കൊട്ടാരക്കര കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് തൃപ്പൂണിത്തുറ ചോദിച്ചു, ഇതേ അത് അഞ്ജലി നായർ കുത്തിക്കൊണ്ടുപോയി. പിന്നെ ലാസ്റ്റ് എന്നെ തൃപ്പൂണിത്തുറ ചവിട്ടിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ എന്നെ കോൺഗ്രസും തേച്ച് BJPയും തേച്ച് NDAയും തേച്ചെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? ലാസ്റ്റ് എനിക്ക് വേറെ നിവൃത്തിയില്ലാതായി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, തൃക്കാക്കരയിലെത്തിയത്. അവൻ പറയണേ ദൈവത്തിന് നന്ദി. ഏത് തൃക്കാക്കരെ കൊണ്ടുവന്ന ദൈവമേ നിനക്ക് സ്തുതി. ദൈവമേ വേറെ കൊട്ടാരക്കരയെ തന്നില്ല, തൃപ്പൂണിത്തുറ തന്നില്ല, പെരുമ്പാവൂരും തന്നില്ല, കുന്നക്കാടും തന്നില്ല. പിന്നെ ഇനി ഇതും പോട്ടെ, ഇത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ അരുൺകുമാറിനെ കൊണ്ട് 1000 വോട്ടിൽ ലീഡ് ചെയ്യുന്നു, 2000 വോട്ടിൽ ലീഡ് ചെയ്യുന്നു, 5000 വോട്ടിൽ ലീഡ് ചെയ്യുന്നു, 50,000 വോട്ടിൽ ലീഡ് ചെയ്യുന്നു, 5 ലക്ഷം വോട്ടിന് ജയിച്ചിരിക്കുന്നു. ആകെ അവിടെ 1.5 ലക്ഷം വോട്ടേ 1.25 ലക്ഷം വോട്ടേ ഉള്ളൂ. അത് പോട്ടെ, ഇവൻ 5 ലക്ഷം വോട്ടിന് ജയിച്ചു. എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് ഇവനിപ്പോൾ ലാസ്റ്റ് പറയുകയാണ്, ഹാഷ്മി നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ലൈവായിട്ട് എന്ത് ചെയ്യാന്ന്, ഒരു എഡിറ്ററുടെയും സഹായമില്ലാതെ, ഒരു എഡിറ്ററുടെയും സഹായമില്ലാതെ, ഒരു ഈ പറയുന്ന പോലെ വേറെ ഒന്നിൻ്റെയും സഹായമില്ലാതെ ലൈവായിട്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ വന്നിരിക്കും, നിങ്ങളുടെ ചാനലിലേക്ക് ഞാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോവാ വേറെ ഏതെങ്കിലും ചാനലിൽ നമ്മൾ. താങ്കൾക്ക് തോന്നുന്നുണ്ട ഹാഷ്മി താജ് ഇബ്രാഹിമിന് അവിടെ ചാനലിൽ ഒരു വ്യക്തിപരമായ വെല്ലുവിളിക്ക് വിളിച്ചിരുത്താൻ അവർ സമ്മതിക്കുമോ 24 ന്യൂസ്? ഇല്ല. ഇനി ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെ ജോലിയുടെ അടുത്തുള്ള കാലം വേറെ എവിടെയെങ്കിലും പോയി, ഇപ്പൊ താങ്കൾക്ക് പോലും ഇവിടുന്ന പോലെ വേറെ എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കാൻ സമ്മതിക്കുക? അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വെല്ലുവിളിക്കാണ്, ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളിയാണ്. കേട്ടോ, ബുദ്ധിയുണ്ട്, കുബുദ്ധിയാണെന്ന് തോന്നുന്നു. വെല്ലുവിളിയൊന്നും കുഴപ്പമില്ല, പക്ഷെ മറ്റേ വർത്താനമൊന്നും പറയാൻ പാടില്ല ഒരാളെ കുറിച്ച്. വൃത്തികെട്ട രീതിയിലുള്ള കാര്യമൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഹാഷ്മി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സത്യം പറഞ്ഞാൽ ഹാഷ്മിക്ക് ആ പൊക്കവും മണ്ണൊക്കെ ഉണ്ടെന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഞാൻ പറഞ്ഞേക്കുന്ന ലോലഹൃദയനാണ് പുള്ളി. പാവം പുള്ളിയുടെ ജോലി മര്യാദക്കെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അപ്പുറത്തേക്ക് എന്തുമില്ല. പിന്നെ ഇവന്റെ വിവരമൊക്കെ എടുത്ത് ഇവൻ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. രതീഷ് ചക്രവാണിയോ ഹാഷ്മി താജ് ഇബ്രാഹിമൊന്നും പഴിച്ചിട്ട് കാര്യം. പിന്നെ പുള്ളി പറഞ്ഞ പോലെ ഇനിയെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞ എന്ത് അല്ല, ഇനി സ്വന്തം ശബ്ദത്തിലേ സംസാരിക്കുള്ളൂ എന്നല്ല പറഞ്ഞേക്കണേ. എന്നിട്ട് ഇവൻ ചോദിക്കുന്ന അടുത്ത വാചകം ഉണ്ടാ, അതാണ് ഏറ്റവും വലിയ. രാഷ്ട്രീയത്തിൽ ആരാണ് സത്യസന്ധരായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവൻ സീറ്റ് ചോദിച്ചു കിടന്ന രമേശ് ചെന്നിത്തലയും ഇവൻ സീറ്റ് ചോദിച്ചു കിടന്ന VD സതീശനും RSSന്റെ നേതാക്കളും BJPക്കാരും രാജീവ് ചന്ദ്രശേഖരും കിറ്റക് സാബുവും എല്ലാവരും. പിന്നെ കിറ്റക് സാബു ആണ് സ്പോൺസർ ചെയ്ത പ്രോഗ്രാമാണ്. കിറ്റക് സാബുവിന് എത്ര കിട്ടിയെന്ന് ഹാഷ്മി. പിന്നെ മറ്റേ 24 ന്യൂസിനെ ഫണ്ട് ചെയ്യുന്നത് കിറ്റക്സ് ആണോ? പിന്നെ താങ്കൾ മറന്നു പോരുത്, 1.5 കൊല്ലം മുമ്പ് ഇതേ വെല്ലുവിളിയായിരുന്നു. അൺകട്ട് എഡിഷൻ പുറത്തുവിടാൻ പറ്റുന്ന ലാസ്റ്റ് അൺകട്ടൊക്കെ പുറത്തു. അതുകൊണ്ട് എൻ്റെ പൊന്നു മാരാരെ, മൈ ഡിയറസ്റ്റ് മാരാരെ, വെറുതെ ഈ പണിയൊക്കെ ഉപേക്ഷിച്ച് എന്ത് പണിയെടുത്ത് ജീവിക്കും. ബൈക്ക് വിറ്റ കള്ളം മനുഷ്യനോട് അങ്ങനെ പറയരുത്. മാങ്ങ കച്ചവടം നടത്തി, തേങ്ങ കച്ചവടം നടത്തി, മറ്റേ പറങ്കേണ്ടി കച്ചവടം നടത്തി എന്നൊക്കെ പറഞ്ഞ് പല കാര്യവും പറയുന്നുണ്ട്. എന്തെങ്കിലും പരിപാടി ചെയ്ത് എന്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഈ ബിഗ് ബോസ് ഇതിന്റെ ഫാക്ടറി ആണോന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വരുമ്പോൾ തന്നെ തരികിടകളാണ്, പ്ലസ് 2-3 ഉടായ്പും കൂടി മറ്റേ കയ്യിൽ കോരി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇവർ റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യണം. താങ്കൾ അറിഞ്ഞോന്നറിയില്ല ഈ ടോപ്പിക്കാണ്. റോബിൻ കണക്ക് കൊടുത്തില്ല, ആ കണക്ക് തെറ്റാണെന്ന് മറ്റേ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞ് കാണിച്ചേക്കണം. എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ചില്ല. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ മാറ്റിയൊന്ന് ബൈലോ തയ്യാറാക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അവർ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണോ അതിലേക്ക് എടുക്കുന്നത് ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ? ചിലർ നേരിട്ടാണ് എടുക്കുന്നത്, മര്യാദക്കാരെ അവരെടുക്കൂല. അപ്പൊ മറ്റേ ഒരാള് മരി അവനോട് അവൻ ഇച്ചിരി മര്യാദക്കാരനാണ്, ശരിയാവൂല, അവൻ വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എടുക്കണം.
പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇതാണ് അംഗം. ഞാൻ ഒരു കാര്യം എനിക്ക് മാരാരോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മാരാരെ, ഹാഷ്മി ശരിക്കും പറഞ്ഞാൽ കാക്കനാട് ജംഗ്ഷൻ വഴി സഞ്ചരിക്കുന്നുണ്ടെന്നാണ് അവിടെ നിന്ന് സ്ഥലം വിട്ട് കളയുക. അല്ലാതെ വെറുതെ നമ്മൾ ധൈര്യമുണ്ടെന്ന് കാണിച്ച് മസലൊക്കെ പെരിപ്പിച്ച് നിൽക്കരുത്. ആട്ടപടലം തകരും. കാരണം ഇത് ശാരീരികമായി ഗാട്ടാഗുസ്തിയല്ല, ഇത് ബുദ്ധി വേണ്ട കാര്യമാണ്. അത് താങ്കൾക്ക് ബുദ്ധിയുമില്ല, ആക്രാന്തം മാത്രമേ ഉള്ളൂ, നിലപാടുമില്ല എന്നുള്ളത് താങ്കൾ ആദ്യം അദ്ദേഹത്തിന് മനസ്സിലാക്കണം. ബുദ്ധിയില്ലെന്ന് പറയരുത് സർ. ഇച്ചിരി ബുദ്ധി കൂടിപ്പോയതാന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരെ നമ്മൾ ചോദിക്കാണ്ടിരിക്കാണ്ട് 25 കാര്യം ഒരേ സമയം പുള്ളിക്കാരൻ പറയും. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണല്ലേ നമ്മൾ ഓർത്ത് വെക്കുള്ളൂ. തിരിച്ചിപ്പോ സാർ ഒരു 25 കാര്യം പറഞ്ഞാൽ ഞാൻ അതിൽ ഒരെണ്ണല്ലേ ഓർത്ത് വെക്കുള്ളൂ. അതിൽ 25 അറ്റ് എ ടൈം എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അത് ബുദ്ധി കുറവായതുകൊണ്ടാണ് ഐശ്വര്യ. അത് ആ സമയത്ത് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത് വീഡിയോ ആണ്. ഇപ്പം ഞാനിവിടെ നിന്ന് പറയുന്ന കാര്യം വീഡിയോ ആണ്. എനിക്ക് വേണമെങ്കിൽ 3 തവണ ഇട്ട് പിന്നെ ആളുകൾക്ക് കാണാം. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇത് എന്താണെന്ന്. പഴയ പോലെ മറ്റേ ഗിമ്മിക്കൊന്നും കാണിച്ച് അദ്ദേഹം നമ്മൾക്കും കൂടി കാശ് തന്നിട്ടുണ്ട് കേട്ടോ. മീൻസ് അഖിൽ മാരാറ് പുള്ളി പറയുന്നുണ്ട്, എന്നെ വിറ്റ് കുറെ യൂട്യൂബേഴ്സ് കഴിക്കട്ടെ, അത് കൊടുത്തിരിക്കുന്നു. അതായത് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം പോലും ആ പാവത്തിന്റെ ദാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെ പോയിട്ട് വാങ്ങിയ കാശ് വേറെ അല്ലല്ല, അത് പറയാം. പക്ഷെ ആ കണ്ണീരൊന്നും തുടച്ചിട്ട് പറയുന്നതായിരിക്കും അത്ര. അല്ല, അതൊക്കെ പറയാം, ഇതൊന്നും കുഴപ്പമില്ല. പുണ്യാളനായ അഖിൽ ഓ മാരാർ അല്ല, ശരിക്കും സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ അഖിലിനെ വണങ്ങുന്നു. കാരണം അഖിലില്ലെങ്കിൽ ഞാൻ ഐശ്വര്യയുടെ കാര്യം എനിക്കറിയില്ല, ഐശ്വര്യയിലായി കാശുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പട്ടിണിയിടന്ന് മരിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അഖിൽമാരുടെ ഈ 2 ഇന്റർവ്യൂ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പട്ടിണിയിടന്ന് മരിച്ചാൽ, എൻ്റെ പൊന്ന അഖിൽമാരെ വേറെ പോയി വല്ല പണിക്കും പോകാൻ നോക്ക്. വെറുതെ ഈ വേഷം കെട്ടും പറഞ്ഞ് ആ കണ്ണീരും തുടച്ച് ഇന്നലെ കരഞ്ഞ് മെഴുകി. എനിക്ക് വേണം രാവിലെ പോലെ രാത്രി വരെയായിട്ട് കരഞ്ഞിട്ട് വൈകുന്നേരം എഴുന്നേറ്റാണ് ആ വീഡിയോ എന്ത് ചെയ്തേക്കണം. വാക്കൊക്കെ തെറ്റിപ്പോണ്ടേ. അടിച്ചിടന്നുറങ്ങാൻ. അല്ലാതെ സാധാരണ ബോധമുള്ള ഒരാൾ പറയണ വാചകമാണ് ഇതൊക്കെ. ഒരു ഒന്നുമില്ലെങ്കിൽ കാശ്മീർ എന്താ ഒരു ആങ്കറിന്റെ പണിയല്ലേ ഇത്. ഉറപ്പായിട്ടും ഹാഷ്മിയുടെ വീട്ടുകാരെ പറഞ്ഞത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിളിക്കുന്നവരെ നമ്മൾ വേറെ പല കാര്യങ്ങളും അത് ബാക്കിയുള്ളവർക്ക് വിളിക്കാം. കൃത്യമായിട്ട് എഴുതി കൂടി വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഹാഷ്മി എന്ന് പറയുന്ന ഞാൻ പറയുന്നില്ല, തന്തയില്ലാത്തവൻ വിളിച്ചപ്പോൾ നീ എന്തിനാണ് അഖിൽ ജി പോയത് എന്ന് എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു. അതും എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് പുള്ളിയുടെ എന്തോ വലിയൊരു ഹൈപ്പായിട്ട് ഞാനെന്തോ സ്റ്റാർ ആണ് എന്ന് സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന ആളാ. ഒരു കാര്യം എനിക്ക് ലാസ്റ്റായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണതാണ്, ഇതേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീകളൊക്കെ മറ്റേ പ്രസവിക്കുന്നതിന് മുമ്പ് അരിയിടിക്കാൻ പോയ ഒലക്കകൾ എല്ലാ വീട്ടിലും ഉണ്ട്. അതുകൊണ്ട് അത് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഈ അലവലാതി വർത്താനത്തിന് മറുപടി പറയാനുള്ളൂ. കൂടുതൽ കടുത്ത ഭാഷയൊക്കെ പറയാൻ പറ്റാതിട്ട് പറയാറിയാൻ പാടില്ലായിട്ടല്ല, നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് അഖിൽ മാരാരി ഈ വെല്ലുവിളിയും കല്ലുവിളിയൊക്കെ നിർത്തിയിട്ട് വല്ല കല്ലുപണിക്കാണെങ്കിലും എന്തിനു പഠിക്കുകയാണെങ്കിലും പോയി ബ്ലാ ബ്ലാ അടിച്ച് എന്ത് ചെയ്യാൻ നോക്ക്, ജീവിക്കാൻ നോക്ക്. ആട്ടപടലം തകർന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാജ്വാദി പാർട്ടിയിൽ വേക്കൻസി ഉണ്ട്, എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം, റെഡിയാക്കി തരാം. സൈക്കിളും എടുത്ത് നേരെ എന്ത് ചെയ്താൽ മതി. അല്ലാതെ ഈ വക അഭ്യാസത്തിനൊന്നും ഇനി കേരളത്തിൽ എന്തില്ല. ഹിന്ദിക്കാരെന്തായാലും ഈ വീഡിയോ കാണാൻ പോണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായി. ഉത്തർപ്രദേശിലൊക്കെ എന്ത് ചെയ്യാം, ഒരു പയറ്റം നമുക്ക് പയറ്റാം. 4 മാസം കൂടി ഇലക്ഷനുണ്ട്, ഉടനെ തന്നെ എന്ത് ചെയ്യുക, ശരികൾ മാറും സാർ. ഇതിപ്പോ പെട്ടെന്ന് എയർ ചെയ്യണം നമ്മളിത്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വീണ്ടും മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ചലഞ്ചതാണ്. കാരണം വെച്ചാൽ പുള്ളി ഇത് നിലപാട് എടുത്താൽ മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഡിറ്ററെ കത്തി കാണിച്ചിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, വീട്ടിൽ പോകാൻ നിൽക്കുന്ന എഡിറ്ററുടെ കഴുത്തെ കത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ വേണ്ട ശ്വാസം വിട്ട് ശ്വാസം വിടാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. നീ ചത്താലും അതിനു മുമ്പ് ഈ വീഡിയോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവൻ നിലപാട് പിന്നെ മാറി ചിലപ്പോൾ നാളെ എന്ത് ചെയ്തിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു നിമിഷം പോലും എന്ത് ചെയ്യാനില്ല. നമുക്ക് പറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 സെക്കൻഡിനകം ഈ വീഡിയോ അപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ പുള്ളി ഇതിനടക്കം മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അത് പുതിയ വീഡിയോ ആക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും. കാരണം എഡിറ്റേഴ്സിനൊക്കെ കനത്ത പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പം തന്നെ എന്ത് ചെയ്യണം, അപ്പ് ചെയ്യണം. പിന്നെ മറ്റേ ഒലക്കയുടെ കാര്യം മറക്കണ്ടേ. ഇത് പ്രസവിക്കുന്ന സ്ത്രീകളെ 2 പ്രസവിച്ചിട്ട് അപ്പം തന്നെ പോയി എന്ത് ചെയ്തു, അപ്പുറത്ത് നിന്ന് ഒലക്ക വെച്ച് അരിയിടിച്ചത് പറഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞാൽ അവർ അരിയെല്ലാം ഇടിക്കേണ്ടിയിരുന്നു. അപ്പം അതുകൊണ്ട് എന്താണ് അന്നേ ഇവൻ എന്ത് ചെയ്യേണ്ടതാണ്. എന്നിട്ട് പിന്നെ ഇവൻ കിടന്ന് മെഴുകട്ടെ അതുമ്പേലും. പിന്നെ നമ്മൾ ഇതിൽ അതിശയമൊന്നും വിചാരിക്കണ്ട. എന്താണെന്നറിയാമോ, വൈഫ് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, അത് കേട്ടണ്ട. ഇവൻ ബിഗ് ബോസിലായിരുന്നപ്പോൾ വൈഫ് പറയണേ, മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ കരിയിലേക്ക് പെറുക്കിയിടുന്നു. ഒന്നുകൂടി അടിച്ചാൽ പോരെ.
അലക്കിയിട്ട് ഡ്രസ്സിന് എന്ത് ചെയ്യുന്നു? അഴുക്ക് പറ്റിച്ചിട്ട് വീണ്ടും അലക്കാൻ പറയും. അതെന്തിനാ? എന്തിനാ? അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്ത് ചെയ്യാൻ കാര്യങ്ങൾ സംസാരിക്കാൻ. പെട്ടെന്ന് എഡിറ്റ് ചെയ്യാ. പുള്ളി എന്തെങ്കിലും ചെയ്താൽ കേസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ